ഒരൊറ്റ കോരൻ എന്തോരം ബ്ലൂബെറീസായി പാത്രത്തിൽ നിറയുന്നെന്ന് നോക്കിയേ. ബക്കറ്റും പാത്രങ്ങളും ഒക്കെ എടുത്ത് രാവിലെ തന്നെ നമ്മൾ ബ്ലൂബെറി പിക്കിങ്ങിനായി കാട്ടിലേക്ക് വന്നതാണ്. കൊതുകടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മെഷീനൊക്കെ കയ്യിലുണ്ടെങ്കിലും കൊതുക് കുത്താതിരിക്കാനുള്ള സ്പ്രേയും വാരി പൂശിയിട്ടുണ്ട്. ശേഷം ഏവക്കുട്ട നല്ല ഹാപ്പി ആയിട്ട് ചാടിത്തുള്ളി കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറെ ബ്ലൂബെറീസ് പിച്ചെടുക്കണം. അങ്ങനെ നടന്ന് നടന്ന് മരങ്ങൾ തീരെ കുറവുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ സൈഡിലുള്ള കാട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവും. അതിനകത്തോടൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. കുറ്റിക്കാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വർഷങ്ങളായി നമ്മൾ തേടി നടന്ന ക്ലൗഡ് ബെറി ദാ ഇവിടെ ഒരുപാടുണ്ട്. അച്ഛനും മോളും കൂടെ ഇവിടെ ബ്ലൂബെറി പിച്ച് ബക്കറ്റിൽ നിറയ്ക്കുമ്പോൾ ഞാനിവിടെ ക്ലൗഡ് ബെറി പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിന്റെ ടേസ്റ്റ് എന്തോ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ബ്ലൂബെറി ഒരു ചെടിയിൽ ഇത്രയധികം കൂട്ടത്തോട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബെറി ഒരു ചെടിയിൽ ഒരൊറ്റ ഒരെണ്ണം മാത്രമാണ് പിടിക്കുന്നത്. മാത്രമല്ല അതിന്റെ ഈ ഒരു കളറും ഭംഗിയും ഒക്കെ വളരെയധികം അട്രാക്റ്റീവ് ആണ്. ക്ലൗഡ് ബെറി പിച്ച് കൊണ്ടുപോകാനുള്ള പാത്രം നമ്മൾ കരുതാത്തത് കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ അങ്ങ് പിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ചെറിയൊരു ചാറ്റമഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലൗഡ് ബെറിയും പിച്ച് കഴിച്ച് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലൂബെറി പിക്കിംഗ് വെള്ളത്തിലാവും. അങ്ങനെ നമ്മൾ അവിടുന്ന് മാറിതാ വീണ്ടും ബ്ലൂബെറി പിച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ബ്ലൂബെറി ചെടികൾക്ക് ഒരു റെഡ് കളറാണ്. ഉൾവനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല പച്ച കളറിലെ ബ്ലൂബെറി ചെടികൾ കാണാം. അങ്ങനെ നമ്മൾ ഇവിടെയുള്ളതൊക്കെ പിച്ചിട്ട് വനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കാട്ടിലൂടെ നടന്ന് ക്ഷീണിച്ചപ്പോൾ അല്പം വെള്ളമൊക്കെ കുടിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ബ്ലൂബെറി ഒക്കെ പിച്ചി തിന്ന് ഏവക്കുട്ടന്റെ നാക്കിന്റെ കളർ നോക്കിയേ. അങ്ങനെ വിശ്രമമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ബ്ലൂബെറി പിച്ചെടുത്ത ശേഷം നമ്മൾ ഇന്നത്തെ ബ്ലൂബെറി പിക്കിംഗ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തോരോ പിച്ചയാ ഇതിലോട്ട് കൊണ്ടിടും.